Now let us see interference of light waves and Young's double slit experiment. Double slit experiment. ഡബിൾ സ്ലിറ്റ് കൊണ്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്, ഓരോ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും എന്നാണ് ഇതിൽ കാണാൻ പോണത്. എന്തിനാണ് രണ്ട് സ്ലിറ്റ് വെച്ചിട്ടുള്ള കണ്ടോ, ഇവിടെ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ലൈറ്റ്. ഈ ലൈറ്റ് ഇവിടെ വന്ന് ഈ സ്ക്രീനിൽ രണ്ട് സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്തിട്ട് ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഈ രണ്ട് സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് ഇവിടെ വരുമ്പോൾ it is observed that a band of bright and dark regions are obtained. അങ്ങനെ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ നമ്മൾ ഇങ്ങനെ രണ്ട് സോഴ്സ് യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇൻ്റർഫറൻസ് കിട്ടണമെങ്കിൽ ദ സോഴ്സസ് ഹാസ് ടു ബി കൊഹിറൻറ്റ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് സോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ വോണ്ട് ബി കൊഹിറൻറ്റ് ബിക്കോസ് അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഫിക്സഡ് ആയിരിക്കില്ല. ടു ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് ഫേസ് റിലേഷൻഷിപ്പ്, ഹെൻസ് ദേ ആർ ഇൻകൊഹിറൻറ്റ്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് സോഴ്സ് യൂസ് ചെയ്യാതെ ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ലൈറ്റിനെ കടത്തിവിട്ട് അതിന് രണ്ട് ഹോളിൽ കൂടെ കടത്തിവിടുമ്പോൾ ആ രണ്ട് ഹോളിൽ നിന്ന് വരുന്ന ലൈറ്റാണ് ഇവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നത്. So the interference bands can be seen on a screen at a distance. ഈ സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് D ആണ്. ഇനി എന്തുകൊണ്ട് ഇവിടെ ഡാർക്കും ബ്രൈറ്റുമായിട്ടുള്ള റീജിയൻസ് കാണുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ക്രസ്റ്റും ട്രഫും വെച്ചിട്ട് എവിടെയാണ് ബ്രൈറ്റ് വരിക? രണ്ട് ക്രസ്റ്റുകൾ കൂടി ചേർന്നാൽ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ. വേവിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? രണ്ട് ക്രസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് ട്രഫ് ചേർന്ന് കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് ഇൻറ്റൻസിറ്റി. നമ്മൾ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ കണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ രണ്ട് ക്രസ്റ്റുകൾ, ഇതിപ്പോൾ ഇതിൻ്റെയും ക്രസ്റ്റും ചേർന്നിട്ട് മാക്സിമം ക്രസ്റ്റ് ഉണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അതേപോലെ ഇതും ട്രഫ് കണ്ടോ, ഇതാണ് ഈ പീക്കിന്, പോസിറ്റീവ് പീക്കിനാണ് ക്രസ്റ്റ് എന്നും നെഗറ്റീവ് പീക്കിന് ട്രഫ് എന്നും പറയണം. അപ്പോൾ രണ്ടും ഇങ്ങനെ ഒരു ഇൻ ഫേസ് ഉള്ള രണ്ട് വേവ് ഫോംസ് ആണെങ്കിൽ ക്രസ്റ്റും ചേർന്നെടുത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും, ട്രഫും ചേർന്നെടുത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് കാണിച്ചിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് ഇൻറ്റൻസിറ്റി. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടാനുള്ള രണ്ട് കണ്ടീഷൻ ഏതാണ്? രണ്ട് ക്രസ്റ്റുകൾ ചേരണം അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ ചേരണം. അതേപോലെ മിനിമം ഇൻറ്റൻസിറ്റി ഓർ ഡാർക്ക് സ്പോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവായിട്ട് മിനിമം ഇൻറ്റൻസിറ്റി കിട്ടണം എന്നുള്ള കേസ് ഏതാ വരിക? ഒരു ക്രസ്റ്റും ഒരു ട്രഫും. അപ്പോൾ കണ്ടോ, ഇത് തമ്മിൽ ഔട്ട് ഓഫ് ഫേസ് ആണ് രണ്ട് വേവ് ഫോംസ്. അപ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രഫും, ഈ വേവ് ഫോമിൻ്റെ ക്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വേവ് ഫോമിൻ്റെ ട്രഫാണ്. അപ്പോൾ നമ്മൾ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ഇത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻറ്റൻസിറ്റി വിൽ ബി 0. ദിസ് വിൽ കറസ്പോണ്ട് ടു എ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ അത് നമുക്ക് വേവ് വെച്ചിട്ടും നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട് പറഞ്ഞു, ഒരു സോഴ്സിൽ നിന്നുള്ളത് രണ്ട് സ്ലിറ്റ് കൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഒരു സോഴ്സ് ഉണ്ടാക്കുന്ന ലൈറ്റ് വേവ്സ് എങ്ങനെയായിരിക്കും പാറ്റേൺ? ഒരു ക്രസ്റ്റ് ഉണ്ടാവും. ഈ ലൈൻസിനെ, ബോൾഡ് ലൈൻസിനെ ക്രസ്റ്റായിട്ടും ഡോട്ടഡ് ലൈൻസിനെ ട്രഫായിട്ടും നമുക്ക് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തിരമാലകൾ, വേവ്സ് ഇങ്ങനെ പോവുകയാണ്. ക്രസ്റ്റ് ട്രഫ് ഇങ്ങനെ സിംഗിൾ സോഴ്സിൽ നിന്ന് പോയി. പക്ഷേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു സ്ക്രീനിൽ രണ്ട് സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ആ സ്ലിറ്റിൽ നിന്നാണ് ലൈറ്റ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ പോകുന്ന ലൈറ്റ് ഓൾസോ വിൽ ബി ഇൻ ദ ഫോം ഓഫ് വേവ്സ്. ദീസ് ലൈറ്റ് ഓൾസോ വിൽ ബി ഹാവിങ് ലൈറ്റ് ഫ്രം S1 ആൻഡ് S2 ഓൾസോ വിൽ ബി ഹാവിങ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇത് ക്രസ്റ്റ് ബോൾഡ് ലൈനായിട്ടും ട്രഫ് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രസ്റ്റ് ട്രഫ് ഇത്രയും വരച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ക്രസ്റ്റ് ട്രഫ്. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കാം. എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് ട്രഫ് ചേർന്ന് കഴിഞ്ഞാൽ മാക്സിമം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉള്ളിടത്ത് നമുക്ക് ബ്രൈറ്റ് ബാൻഡും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉള്ളിടത്ത് ഡാർക്ക് ബാൻഡും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരിക?
അപ്പോൾ ഈ പോയിന്റ് നോക്കൂ, ഒരു ട്രഫും ഇത് ട്രഫാണ്, ഈ ട്രഫും കണ്ടോ ഡോട്ടഡ് ലൈനാണ്, ട്രഫും ചേർന്നതാണ് ഈ പോയിന്റ്. അപ്പോൾ ട്രഫും ചേർന്നാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഇൻറ്റൻസിറ്റി. അടുത്തത് ഈ പോയിന്റ്, ഇതൊരു ക്രസ്റ്റ്, ഇതൊരു ക്രസ്റ്റും ചേർന്നു, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഇൻറ്റൻസിറ്റി. അഗെയിൻ ദിസ് ട്രഫ് ആൻഡ് ട്രഫ്, മാക്സിമം ക്രസ്റ്റ് ആൻഡ് ക്രസ്റ്റ്, മാക്സിമം. അപ്പോൾ ഇതെല്ലാം കറസ്പോണ്ട്സ് ടു എ ബ്രൈറ്റ് ബാൻഡ്. ഇനി ഇതിന് തൊട്ടിപ്പുറത്ത് കണ്ടോ, ഇതൊരു ക്രസ്റ്റ്, ഈ S2ൻ്റെ ക്രസ്റ്റ് വേവാണിത്. അതിൽ ഇത് കൂട്ടിമുട്ടുന്നത് S1ൻ്റെ ട്രഫ് വേവാണ്. അപ്പോൾ ഈ ബ്ലാക്ക് കാണിച്ചിരിക്കുന്നത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ്. റെഡ് കാണിച്ചിരിക്കുന്നത് ഈതർ 2 ക്രസ് ഓർ 2 ട്രഫ്സ്. അപ്പോൾ ഇതെല്ലാം കറസ്പോണ്ട്സ് ടു ബ്രൈറ്റ് ബാൻഡ്, ഇത് കറസ്പോണ്ട്സ് ടു ഡാർക്ക് ബാൻഡ്. ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, അങ്ങനെ കിട്ടും ഇവിടെ. അപ്പോൾ ഈ പോകുന്ന ഈ സാധനമാണ് നമുക്കിവിടെ ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ്, ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ സ്ക്രീനിൽ പിടിച്ചാൽ കിട്ടുന്നത് മനസ്സിലായി. എന്തുകൊണ്ടാണോ വരണേന്നുള്ളതാണ് ഈ വേവിൻ്റെ ക്രസ്റ്റും ട്രഫും നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ കണ്ട അതേ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നേരത്തെ കാണിച്ച അതേ ഫിഗർ തന്നെ ആ 2 സ്ലിറ്റുകളും സ്ക്രീനും മാത്രമായിട്ട് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ബാൻഡ് വിഡ്ത്ത് കണക്കാക്കാൻ വേണ്ടി വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് S1, ഇത് S2, ഈ GG' ഇസ് എ സ്ക്രീൻ. S1ൽ നിന്ന് ഇങ്ങോട്ട് വിൽ കൺസിഡർ എ പോയിന്റ് P, ഒരു ആർബിട്രറി പോയിന്റ് P നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഉണ്ടാകുന്ന ബാൻഡും ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അതിനു മുമ്പ് ഇത് S1ൻ്റെയും S1 ആൻഡ് S2 ഇതിൻ്റെ ഇവിടെ ആയിരുന്നു നമ്മുടെ സിംഗിൾ സോഴ്സ് ഉണ്ടായിരുന്നത്. സോഴ്സ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ആക്സിസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് S1 ആൻഡ് S2. S1ഉം S2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് D. ഇനി ഈ സോഴ്സുകൾക്ക് സ്ക്രീനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D. ഈ എക്സ് ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് P നമ്മൾ എടുത്തേക്കുന്നത് ഡിസ്റ്റൻസ് X. ഈ സെൻറ്റർ പോയിന്റ് വിൽ കൺസിഡർ ആസ് ഒറിജിൻ, അത് O. അപ്പോൾ O എന്നുള്ള പോയിന്റ് ഈസ് ഈക്വ ഡിസ്റ്റൻസ് ഫ്രം S1 ആൻഡ് S2. ഹെൻസ് ഇറ്റ് വിൽ ഹാവ് മാക്സിമം ബ്രൈറ്റ്നസ്, അല്ലേ? ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസ് എവിടെ നിന്ന് കിട്ടുക? രണ്ടെന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ബ്രൈറ്റ് സ്പോട്ട് ആയിരിക്കും. അത് ഏറ്റവും മാക്സിമം ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നതും ആ പോയിന്റ് Oയിൽ ആയിരിക്കും. ഇനി നമ്മളൊരു ആർബിട്രറി പോയിന്റ് P, ഇപ്പോൾ ഓയുടെ കാര്യം പറഞ്ഞു, അത് സെൻറ്റർ ആയതുകൊണ്ട് അവിടെ ബ്രൈറ്റ് ആയിരിക്കും, മാക്സിമം ഇൻറ്റൻസിറ്റി ബ്രൈറ്റ്നസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി പോയിന്റ് P നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു ആർബിട്രറി പോയിന്റ്, നമുക്ക് ഏതോ ഒരു പോയിന്റ്. അപ്പോൾ ആ പോയിന്റിലുണ്ടാവുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ആണോ എന്നറിയില്ല. കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ആവണമെങ്കിൽ, അതിനുള്ള മാക്സിമം ഇൻറ്റൻസിറ്റി ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആ ഡിസ്റ്റൻസ് should be n lambda. So S1P difference S2P is equal to n lambda, where n is equal to 0, 1, 2 etc. for maximum or constructive interference. Constructive ഇൻറ്റർഫറൻസ് കേസ്. ഓക്കെ, ഇപ്പോൾ ഈ ഡിഫറൻസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിൻ്റെ കേസ്. ഇതിൽ S2P വലുതായതുകൊണ്ട് വി വിൽ കൺസിഡർ ദ ഡിസ്റ്റൻസ് S2P മൈനസ് S1P ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് കിട്ടണം. ഇനി നമുക്ക് നോക്കാം ഈ ഇക്വേഷൻ ഫിഗറിൽ നിന്ന് വാട്ട് ഇസ് S2P സ്ക്വയർ minus S1P square. S2P square minus S1P square. ഇതിൽ നിന്നാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് കാണാം. വാട്ട് ഈസ് S2P? S2P എന്നുള്ളത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. S2 ഈ പോയിന്റ്, ലെറ്റ് ദിസ് പോയിന്റ് ബി A. S2AP ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് S2P. അപ്പോൾ S2Pനെ നമുക്ക് എന്ത് എഴുതാം? ഇത് സ്ക്വയർ, S2P സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ. ഇത് സ്ക്വയർ എന്താണ്?
ഡി സ്ക്വയർ. ഇത് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഡി ബൈ ടു ആണ് അല്ലേ? ഈ ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ് ഇത് ഡി ബൈ ടു, ഇത് ഡി ബൈ ടു. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഡി ബൈ ടു എന്ന് എഴുതാം അല്ലേ? അപ്പോൾ S2p² നമുക്ക് എഴുതാം ഡി സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഡി ബൈ ടു ഹോൾ സ്ക്വയർ. അതാണ് S2p². ഇനി അതെന്ത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്? ഈ S2p² ആണ് ഇത്. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഇത് കിട്ടി. മൈനസ് S1p² ഏതാ? അതേപോലെ ഈ പോയിന്റ് സേ ദിസ് ഇസ് ബി ആണെങ്കിൽ S1BP ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് S1p. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എത്രയാണ്? ഡി. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടണം. നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സ് ആണ്, ഇവിടെ നിന്ന് ഇവിടെ വരെ ഡി ബൈ ടു ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് എക്സ് മൈനസ് ഡി ബൈ ടു. സോ ഡി സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഡി ബൈ ടു ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് S1p² എഴുതി. മൈനസ് ഇനി S1p² എഴുതാൻ പോവാണ്. ഡി സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിൽ മീൻസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് ഇസ് എക്സ് മൈനസ് ഡി ബൈ ടു, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ. ഇനി ഇത് നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ ക്യാൻസൽ ആവും. ഇത് A+B ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യണം, ഇത് A-B ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യണം. സോ ദിസ് ഇസ് പ്ലസ് A-B ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം എക്സ് സ്ക്വയറും ഡി സ്ക്വയറൊക്കെ ക്യാൻസലായി പോവും. വി വിൽ ഗെറ്റ് ദിസ് ആസ് 2xd. So S2p² minus S1p² is equal to 2xd. S2p² minus S1p² എന്ന് പറഞ്ഞാൽ എന്താണ്? A² minus B² പോലെയാണ്. That you can write it as S2p A+B into A-B ആക്കിയിട്ട് എഴുതാം. So S2p plus S1p into S2p minus S1p എന്ന് ഇതിനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ S2p minus S1p എന്താണ്? Therefore S2p minus S1p is equal to 2xd by ഈ ടേം ഇങ്ങോട്ട് പോയി. S2p plus S1p, S2p plus S1p. ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുകയാണ്. ദിസ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു S2pനെ ഈക്വൽ ടു ഓൾമോസ്റ്റ് ഈക്വൽ ടു ഡി. ഡി അല്ല, പക്ഷേ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ ഡി കൂടുതലാണ് കമ്പയർ ടു ദിസ് ഡി. അങ്ങനെ കണക്കാക്കുമ്പോൾ ഈ S2pനെ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഡി എന്ന് എഴുതാം. വലിയ ഡിഫറൻസ് വരില്ല. അതേപോലെ S1pനെയും ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഡി എന്ന് എഴുതാം. അപ്പോൾ D പ്ലസ് T 2D എന്ന് അതിനെ അപ്രോക്സിമേറ്റ്ലി എഴുതാം. അതൊരു കാൽക്കുലേഷൻ ടെക്സ്റ്റിൽ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ വി വിൽ അപ്രോക്സിമേറ്റ് ദിസ് ആസ് 2xd ഡിവൈഡഡ് ബൈ 2D. ഇതും D എന്നെടുത്തു. അപ്പോൾ 2D. സോ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ xd ബൈ D എന്ന് കിട്ടും. ഏത്? S2p മൈനസ് S1p. നമുക്ക് ഈ ടേമാണ് വേണ്ടിയിരുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും അറിയാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ദിസ് ഷുഡ് ബി n ലാംഡ. S2p മൈനസ് S1p n ലാംഡ ആയിരിക്കണം. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ, n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെയും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെയും കണ്ടീഷൻ. അപ്പോൾ ഇതിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ എന്ത് വരണം? S2p മൈനസ് XP ഇസ് ഈക്വൽ ടു XD ബൈ T. അത് നമുക്ക് n ലാംഡ ആയിട്ട് കിട്ടണം. സോ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് വേണമെങ്കിൽ വേറെ എനിക്കിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിവിടെ ഡെറിവേഷൻ അവിടെ നിൽക്കുകയാണ്. സോ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ത് കിട്ടണം നമുക്ക് കണ്ടീഷൻ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി S2p മൈനസ് S1p ഈക്വൽ ടു XD ബൈ D എന്ന് കിട്ടി. അത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ n ലാംഡ ആവണം. ദാറ്റ് ഇസ് XD ബൈ D ഇസ് ഈക്വൽ ടു n ലാംഡ ഫോർ n ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2
പ്ലസ് ഓർ മൈനസ് 3 എറ്റ്സെട്ര. അപ്പോൾ ഇതിൽ നിന്ന് ഇനി തിരിച്ച് എക്സിൻ്റെ വാല്യൂ എന്താ എഴുതാം? എൻ ലാംഡ ഇൻറ്റു ഡി ബൈ സ്മോൾ ഡി എന്ന് എഴുതാം. അത് എന്നിൻ്റെ വാല്യൂ എന്തോ ആവട്ടെ. അപ്പോൾ എൻ സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാക്സിമം, ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്, സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ്, അങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. 0 എന്ന് പറയുമ്പോൾ സെൻറ്റർ ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ എന്നുള്ളത് എത്രാമത്തെ ബ്രൈറ്റ് ബാൻഡാണ് എന്നതിനെ കാണാനാണ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡി ബൈ ഡി ഫോർ എൻ ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എറ്റ്സെട്ര. ഇനി ഇതുപോലെ ഡിസ്ട്രക്റ്റീവിൻ്റെ കേസ് എന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് ഇതേപോലെ ഈ കിട്ടിയ ഇക്വേഷനിൽ എന്നിന് പകരം n പ്ലസ് ഹാഫ് ഇടുക. അപ്പോൾ n പ്ലസ് ഹാഫ്, പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ലാംഡ ഡി ബൈ ഡി. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ ഡി. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ ഡി ബൈ ഡി. ഈ എക്സ് എന്താ സാധനം? അതിപ്പോൾ മറന്നുപോയി അല്ലേ? എക്സ് എവിടെയായിരുന്നു? ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റ് പി എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ ആവാം. അപ്പോൾ ഈ ഡിസ്റ്റൻസിനനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന ഓരോ പോയിൻറ്റും ദിസ് ക്യാൻ ബി എ ബ്രൈറ്റ് ബാൻഡ് ഓർ എ ഡാർക്ക് ബാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും ആണ് കിട്ടുന്നതെന്ന് കാണിച്ചിരുന്നു നേരത്തെ ഫിഗറിൽ. അപ്പോൾ ആ ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ? ഇതാ ഈ ഫിഗറിൽ ബ്രൈറ്റ് ബാൻഡ് ഡാർക്ക് ബാൻഡ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നത് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ചാണ് ആ ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ എന്നുള്ളതിൽ. ആ ഡിസ്റ്റൻസിനാണ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് എത്രാമത്തെയാണ് എന്നുള്ളത് 1 2 0 1 2 3 എറ്റ്സെട്ര. അത് മുകളിലേക്കും താഴേക്കും അതുപോലെ വരും. അതാണ് ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ ഈ കിട്ടുന്ന പോയിന്റ് നമുക്ക് ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയില്ല. ഈ ഡിസ്റ്റൻസ് എൻ ലാംഡ ഡി ബൈ ഡി ആണെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടും. എൻ പ്ലസ് ഹാഫ് ലാംഡ ഡി ബൈ ഡി ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടും. ദെൻ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ബാൻഡിൻ്റെ ഒരു ഇപ്പോൾ തേർഡ് ബ്രൈറ്റ് ബാൻഡും സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ്, അതിനാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബീറ്റയാണ്. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഇസ് ഗിവൺ ബൈ ലാംഡ ഡി ബൈ ഡി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അറിയണം. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് xn is equal to n lambda d by d. For destructive interference xn is equal to n plus half lambda d by d. And bandwidth, ഓരോ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് ലാംഡ ഡി, വെറും ലാംഡ ഡി ബൈ ഡി. ഓക്കെ, സോറി, ഇത് ബാൻഡ് വിഡ്ത്ത് അല്ല, ഫ്രിഞ്ച് വിഡ്ത്ത്. ഓരോ ഫ്രിഞ്ചസ് എന്നാണ് അതിന് പറയുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ക്യാപിറ്റൽ ഡി എന്നുള്ളത് ഈ ഡിസ്റ്റൻസ്, ഇത് കൂടുതലായിരിക്കണം കമ്പയർ ടു ദി സ്മോൾ ഡി. ലാംഡ എന്നുള്ളത് ആ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇതിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടുന്നത് എന്ത് ബാൻഡാണ് കിട്ടുക? ദിസ് വി വിൽ ഗെറ്റ് എ ബ്രൈറ്റ് ബാൻഡ്. ബ്രൈറ്റ് ബാൻഡ് കിട്ടാനുള്ള കണ്ടീഷനാണ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ ഡി. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടിയാൽ എന്താ വരിക? നമുക്ക് ഒരു ഡാർക്ക് ബാൻഡ് കിട്ടും. അപ്പോൾ ഡാർക്ക് ബാൻഡ് കിട്ടാനുള്ള കണ്ടീഷനാണ് xn is equal to n plus half lambda d by d. And fringe width beta is equal to lambda d by d.